ആ 10 കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും ആദ്യമേ ഞങ്ങൾ സ്വാഗതം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ സദസ്സാണ്. പക്ഷെ ഈ ചെറിയ സദസ്സ് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചേർന്നിരിക്കുന്ന ഓൺലൈൻ മീഡിയയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ആദ്യമേ നന്ദി അറിയിക്കുന്നു, സ്വാഗതവും അറിയിക്കുന്നു. നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. 50ഓളം സോഷ്യൽ മീഡിയ പാർട്ട്നേഴ്സാണ് നമുക്ക് ഈ പരിപാടിക്കുള്ളത്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സെലിബ്രിറ്റീസിനും സ്വാഗതം ആശംസിക്കുകയാണ്. മാധ്യമം.com അവതരിപ്പിക്കുന്നു മൈ ജി മറക്കൽ ഒരിക്കലും. ബ്രോട്ട് യു ബൈ ഇലാരിയ ദ ഗ്രേറ്റ് വൺ സോപ്പ്, പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്, സെലിബ്രേറ്റഡ് ബൈ സ്വയംവര സെയിൽസ്, കോ-സ്പോൺസർഡ് ബൈ സെന്റ് പോൾസ് ആയുർവേദ. ഈ പ്രോഗ്രാമിന്റെ ഫൈനലാണെന്ന്. ശക്തമായിട്ടുള്ള ഈ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും വിജയി എന്ന ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. അതെ, അവസാനമായിട്ട് ഇന്ന് 10 കഥാപാത്രങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയെ പറ്റി ഞാനൊന്ന് പറയാം. 93 വർഷങ്ങളായിട്ടുള്ള മലയാള സിനിമയുടെ യാത്രയിൽ നിന്ന് ജീവിതഗന്ധികളായ ശക്തമായ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ അതിൽ ഏറ്റവും മികച്ച 10 ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ആൾക്കാരിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജനകീയ വോട്ടെടുപ്പിലൂടെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആദ്യം 60 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ യാത്രയിൽ നമ്മളോടൊപ്പം നമ്മുടെ ഒരു മെന്ററായിട്ടുണ്ടായിരുന്നത് സിദ്ദീഖ് സാറാണ്, സംവിധായകൻ സിദ്ദീഖ് സാറാണ്. അദ്ദേഹമാണ് മറക്കില്ലൊരിക്കലും എന്ന പേര് തന്നെ നിർദ്ദേശിച്ചത്. അദ്ദേഹം നമ്മുടെ മെന്ററായിട്ടും നമ്മുടെ ഒരു അഡ്വൈസറായിട്ടും ഒക്കെ ഒപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 60-ൽ നിന്ന് 25-ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇന്നാണ് ആ സുദിനം. 10 ക്യാരക്ടേഴ്സിന് സെലക്ട് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഇന്ന് സമാഗതമാവാൻ പോകുന്നത്. ആ 10 കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് അവ ഏതൊക്കെയാണ്, ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ എവി അത് ഇപ്പോ നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ അനാവരണം ചെയ്യുകയാണ്. മാധ്യമം.com മറക്കില്ലൊരിക്കലും. മനസ്സിൽ നിന്നും പടിയിറങ്ങാത്ത 10 കഥാപാത്രങ്ങൾ ആരെല്ലാം? സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ. ആദ്യഘട്ടത്തിൽ 10,000-ലേറെ കഥാപാത്രങ്ങളിൽ നിന്നാണ് 500ഓളം ഇഷ്ട കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത്. അന്നുവരെ മലയാള സിനിമ കാണാത്ത ഡിജിറ്റൽ വോട്ടെടുപ്പ് പോരാട്ടമായിരുന്നു. പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ ഒരു വലിയ കഥാപാത്രങ്ങളുടെ പട്ടികയാണ് നമുക്ക് ലഭിച്ചത്. അതിൽ മുന്നിട്ട് നിൽക്കുന്ന 25 കഥാപാത്രങ്ങളെ നമ്മൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 25 കഥാപാത്രങ്ങളെ അന്ന് അവതരിപ്പിച്ചത് അശ്വതി ശ്രീകാന്ത്, കാർത്തിക് ശങ്കർ, ശില്പ ബാല, സ്മൃതി പരുത്തിക്കാട് എന്നിവരെ ചേർന്നിട്ടായിരുന്നു. ആ 25 കഥാപാത്രങ്ങളിൽ നിന്നും കൂടുതൽ വോട്ട് നേടിയ 10 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ 93 വർഷത്തെ ചരിത്രത്തിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ആദ്യത്തെ 25 കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നറിയാൻ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും കൗതുകം കാണും. അതെ, ഇപ്പൊ നമ്മുടെ LED വാളിലുള്ള ആ 25 കഥാപാത്രങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. മാത്രമൊന്ന് ഈ 25 കഥാപാത്രങ്ങളെയാണ് അന്ന് വോട്ടിങ്ങിലൂടെ ജനങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ്, തബലിസ്റ്റ് അയ്യപ്പനെ പോലെ, ചെമ്പക്കുഞ്ഞിനെ പോലെ, ചെലപ്പനാശാരിയെ പോലെ, കുട്ടൻ തമ്പുരാനെ പോലെ, സേതുരാമനെ പോലെ, സേതുമാധവനെ പോലെ, ബാലമാസ്റ്ററെ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ. ഭ്രാന്തൻ വേലായുധൻ, അതെ, സഖാവ് DK, പെരുന്തച്ചൻ. ഇവരിൽ നിന്നും 10 പേർ. തീർച്ചയായിട്ടും ഇത് ഓരോ മലയാള സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയും പ്രതിഭകൾക്കിടയിൽ നിന്നും, ഇത്രയും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ നിന്നും 10 പേരെ തിരഞ്ഞെടുക്കുക എന്ന്. അപ്പോ ആ 10 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വളരെ ബുദ്ധിമുട്ടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത 10 കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10 കഥാപാത്രങ്ങളിൽ ഏറ്റവും നമുക്ക് 10 നിന്ന് തുടങ്ങാം. 10-ൽ നിന്ന് തുടങ്ങാം, അതല്ലേ നല്ലത്? 10-ൽ നിന്ന് തുടങ്ങാം. 10 കഥാപാത്രങ്ങളിൽ
10ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു കുട്ടൻ തമ്പുരാൻ. സർഗം. മധു, യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് ഒരു സംശയം ഉണ്ടാവും. നമ്മൾ ഈ കുറച്ച് പേരുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അവർ ചേർന്നിരുന്നിട്ടല്ല ഇത് തീരുമാനിച്ചത്. ഇത് പ്യുവർലി വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ച ലിസ്റ്റാണ്. ആ ക്യാരക്ടേഴ്സിന്മേലുള്ള ചർച്ചയിലാണ് അവർ പങ്കെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ 9ാമത്തെ ക്യാരക്ടറിലേക്കാണ് പോകുന്നത്. 9ാമത്തെ ക്യാരക്ടർ മലയാള സിനിമയുടെ നമ്മൾ 2 വർഷം മുമ്പാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിലൂടെയുള്ള ഒരു മത്സരമായിരുന്നു. അപ്പോൾ 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഭാനുമതി, കന്മദം. വ്യക്തമായിട്ടുള്ളൊരു പോർട്രേലായിരുന്നു ഭാനു എന്ന് പറഞ്ഞിട്ടുള്ള കന്മദത്തില്. ഒരു അത്യപൂർവമായ കഥാപാത്ര സൃഷ്ടിയാണ് കന്മദത്തിലെ മഞ്ജു വാര്യർ. കരിവാള് ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് പടപൊരുതി രക്തത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ചൈകാന്തി പുലിയാണ്. ഏഴാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഒരു കള്ളനാണ്. കള്ളം പവിത്രനെയും മീശമാധവനെയും ഒക്കെ മറികടന്ന് 7ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ പ്രസാദ്. ഫാസിലിന്റെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്ന സിനിമയിലെ കള്ളനാണ്. ഒരു കള്ളനെ ഇത്ര നാച്ചുറലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അത്ഭുതകരമായിട്ടാണ് ഞാനൊക്കെ കണ്ടത്. സത്യത്തിൽ ഒരു പേര് പോലും ആ കഥാപാത്രത്തിന് സ്വന്തമായി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. ശരിക്കും ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നടൻ മാത്രമല്ല, അതിനെ സൃഷ്ടിച്ച രചയിതാവ്, അതിൻ്റെ സംവിധായകൻ, അതിനകത്ത് പ്രവർത്തിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ഒരു ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെയും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഫലമാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി 7ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്ത് 7ാം സ്ഥാനത്ത് 3ാം പക്കത്തിലെ തമ്പിയാണ്. തിലകൻ സാറ് ചെയ്ത വേഷം 3ാം പക്കത്തിലെ തമ്പി. അനശ്വരമാക്കിയിട്ടുള്ള 3ാം പക്കത്തിലെ കഥാപാത്രം. സ്നേഹാധിക്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പല ഭാവങ്ങളുള്ള ഒരു വൃദ്ധൻ്റെ ജീവിതം. ആ അപ്പൂപ്പനെ മറന്ന് ഒരു പടവും ഒരു കഥാപാത്രം സൃഷ്ടിക്കാൻ ഈ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാവരും സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അടുത്ത കഥാപാത്രത്തിലേക്ക് കിടക്കാം. 6ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന കഥാപാത്രം, അത് പിൽക്കാലത്തും ഏറെ ചർച്ചയായിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. സതയം എന്ന ചിത്രത്തിലെ സത്യനാഥൻ. സതയത്തിലെ ആ സത്യനാഥൻ പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ്. സ്നേഹം എന്താണെന്നുള്ളത് നമ്മളെ ഒരുപാട് ആലോചിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു നമ്പരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ എന്നും നീറിപ്പുറഞ്ഞു നിൽക്കുന്ന ഒരു മോഹൻലാൽ കഥാപാത്രമാണ് സതയത്തിലെ സത്യനാഥൻ.
ഇനി 5-ാം സ്ഥാനത്ത് നമ്മളെയൊക്കെ കുടുകുടെ ചിരിപ്പിച്ചൊരു ക്യാരക്ടറാണ്. ഒരു പക്ഷേ അന്നത്തെ നായകനേക്കാൾ ഉപരി എന്താ പറയുക, ഒരു അഴിച്ചു വിട്ട ഒരു ആകാശത്തെ പോലെ നമ്മളെയൊക്കെ കുടുകൂടെ ചിരിപ്പിച്ച കിലുക്കത്തിലെ നിശ്ചൽ. എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ഫോട്ടോഗ്രാഫർ നിശ്ചൽ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തോളം നമ്മളെ ആകർഷിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടാവുമെന്നറിയില്ല. കേവല ഹാസ്യ കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് ആ ഒരു തലത്തിലേക്ക് രസിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം നിശ്ചൽ. ഇനി 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ നോവ് അവശേഷിപ്പിക്കാതെ നമുക്ക് ആ കഥാപാത്രത്തെ ഓർമ്മിക്കാൻ കഴിയില്ല. അതിന്റെ സൃഷ്ടാക്കൾ ഇവിടെയുണ്ട്. തനിയാവർത്തിലെ ബാലൻ മാസ്റ്റർ. ബാലൻ മാസ്റ്റർ ഒരു കഥാപാത്രത്തെ പാരമ്പര്യത്തിന്റെ ഉരുക്കുമുട്ടികൾ ഇടിച്ചിടിച്ച് പാതാളത്തിലേക്ക് താത്തുകയാണ്. മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നിസ്സഹായാവസ്ഥ സിനിമയിലേക്ക് വന്നിട്ടുള്ള വേറൊരു കഥാപാത്രം ഉണ്ടോ എന്ന് പോലും സംശയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയാണ്. ഇനി 3-ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മധു, 3-ാം സ്ഥാനത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ അവസാന എന്ന് വെച്ചാൽ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി തെരഞ്ഞെടുത്ത ആ ക്യാരക്ടർ ആരാണെന്ന് അറിയാനായിട്ട് ഏവർക്കും ആകാംക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും ആദ്യത്തെ 3 സ്ഥാനത്ത് എത്തുക. നമ്മുടെ 93 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ, ആ 3 കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ 3-ാമത്തെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ആ കഥാപാത്രത്തിന്റെ ഒരൊറ്റ പേരിൽ മാത്രമായിട്ട് ആ കഥാപാത്രത്തെ നമുക്ക് ഒതുക്കാൻ കൂടി കഴിയില്ല. ഇപ്പോഴും ആരുടെയെങ്കിലും മുഖമൊന്ന് പെട്ടെന്ന് മാറിയാൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. ആ പേരിന് ആ സിനിമയിൽ മറ്റൊരു പേര് കൂടിയുണ്ട്. നമുക്കൊന്നുകിൽ നാഗവല്ലി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗംഗ എന്ന് വിളിക്കാം. ഗംഗ ചിത്രത്താഴിലെ ഗംഗ എന്നുള്ളത് വളരെ സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമാണ് ഈ കഥാപാത്രത്തിനുള്ളത്. സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഗംഗ മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രം. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ക്യാരക്ടർ, അത് ഞാനൊക്കെ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 4-5 ദിവസത്തോളം ആ പ്രശ്നമുണ്ടാകാൻ, ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ആ പ്രശ്നമുണ്ടാകാൻ ഉണ്ടായ ചെറിയൊരു സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ലാലേട്ടന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം സേതുമാധവൻ, കിരീടത്തിലെ സേതുമാധവൻ എന്ന ചിത്രത്തിലെ സേതുമാധവൻ. കത്ത് താഴെയിടുവാൻ ആവശ്യപ്പെടുന്ന അച്ഛന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു ഉന്മാദികളുടെ ഭാവം നിസ്സഹായതയ്ക്ക് വഴിമാറി കത്ത് താഴേക്ക് വലിച്ചെറിയുന്ന സേതുമാധവൻ. ആ കഥാപാത്രത്തെ ഇനി 1-ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രേക്ഷക വോട്ടിങ്ങിലൂടെ ആദ്യം എത്തിയ കഥാപാത്രം
93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ആ കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് വോട്ട് ചെയ്തതും എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിന് തന്നെയായിരിക്കും. കാരണം പലപ്പോഴും ഒരു നടൻ മറ്റൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും മാറുക, അല്ലെങ്കിൽ ആ നടന്റെ യാതൊരു വിധത്തിലുള്ള അംശങ്ങളും ആ കഥാപാത്രത്തിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി പ്രേക്ഷക ലക്ഷങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്യോ? ഏതായിരിക്കും ആ കഥാപാത്രം? ഇപ്പോഴും തീരദേശത്തുള്ള മനുഷ്യരുടെ കഥയെ കുറിച്ച് പറയുമ്പോൾ തിരയടിച്ചെത്തുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ഏറ്റവും മനോഹരമായി പറഞ്ഞ അമരത്തിലെ അച്ചൂട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന. പ്രേക്ഷക ലക്ഷങ്ങൾ വോട്ട് ചെയ്തതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി. തന്നെ അമരത്തിലെ അച്ചൂട്ടി. ഈ കഥാപാത്രം മമ്മൂട്ടിയിലേക്ക് എന്നെ ആവാഹിച്ചിറങ്ങിയിട്ട് കിടന്നിറങ്ങിയാടുകയാണ്. കടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ എടുക്കുമ്പോഴും കഥാപാത്രങ്ങൾ എടുക്കുമ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ മലയാളി പ്രേക്ഷകന്റെയും മനസ്സിന്റെ മുകളിലൂടെ ഒഴുകിപ്പോയ സിനിമയല്ല അമരം, ഒഴുകിപ്പോയ ഒരു കഥാപാത്രമല്ല അച്ചൂട്ടി. ഇപ്പോഴും കണ്ട ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിന്റെ അങ്ങേ ആഴത്തിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അച്ചൂട്ടി. അപ്പോ ആ അച്ചൂട്ടിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. ഈ 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ നിന്നും മലയാളികൾ തെരഞ്ഞെടുത്ത ഏക അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി. ഹലോ, ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് നമുക്ക് കുറച്ച് പ്രായമുള്ളവരിൽ നിന്ന് വോട്ടുകൾ ശേഖരിക്കാനായിട്ട് നമ്മൾ കാർഡിലൂടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെമ്പൻ കുഞ്ഞ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭ്രാന്തൻ വേലായുധൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ നിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തെരഞ്ഞെടുത്ത ആ 10 പേരെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ റേറ്റിംഗിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് മുന്നിൽ നിന്നിരുന്നത് ബാലമാസ്റ്റർ ആയിരുന്നു. പക്ഷേ 25 ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് വോട്ടിംഗ് മാറി മറിഞ്ഞത്. ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ആൾക്കാർ ഇതിനകത്തേക്ക് ഇടം പിടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കാര്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായിട്ടുള്ളത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ കഥാപാത്രവുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേർ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം ഈ യാത്രയിൽ മറക്കിലൊരിക്കലും എന്ന് പറയുന്ന ഈ യാത്രയിൽ തുടക്കം മുതൽക്കേ നമുക്കൊപ്പമുള്ള നമ്മുടെ സ്വന്തം മെന്റർ സിദ്ദീഖ് ഞങ്ങൾ ഏറ്റവും ആദ്യമേ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കഥാപാത്ര ചർച്ചയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. മാധ്യമം.com അവതരിപ്പിക്കുന്നു മൈജി മറക്കില്ലൊരിക്കലും. Brought to you by Ilaria the Great One Soap, powered by Willy White Toothpaste, celebrated by Swayamvara Silks, co-sponsored by St. Paul Ayurveda. യെസ്, അതോടൊപ്പം തന്നെ നമ്മളിവിടെ കണ്ട 10 കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം കഥാപാത്രങ്ങളുമായി അല്ലെങ്കിൽ ആ കഥാപാത്രത്തോടൊപ്പം ജീവിച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരമില്ല. മലയാളിയുടെ മനസ്സിനെ എക്കാലത്തും ഉലച്ച ഒരു പിടി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം സിബി സാർ. സിബി സാറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകം, നമ്മൾ സാധാരണ ഗോഡ്സ് വോയിസ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ മലയാള സിനിമയുടെ ഒരു കാലത്തെ സ്ത്രീ ശബ്ദം ഭാഗ്യലക്ഷ്മി മേമനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒപ്പം മലയാളത്തിലെ മികച്ച സിനിമകൾ ഒരുക്കുന്ന, ചതുരത്തിലും വൃത്തത്തിലും ഒക്കെ സിനിമകൾ ഒരുക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ധാർത്ഥിനോടൊപ്പം ശക്തമായ കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന സംവിധായകൻ ജിയോ ബേബി. മലയാളത്തിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം അത് ജിയോ ബേബിയുടെ സിനിമ തന്നെയാണ്. ഒപ്പം മലയാളി ഹൃദയത്തിൽ കയറ്റിയ സംവിധായകൻ. നമ്മള് ഈ വെള്ളക്ക എന്ന് പറയുന്നത് പൊതുവെ കായ്ക്കാതെ പോകുന്ന തെങ്ങ് അല്ലെങ്കിൽ തേങ്ങയെ കുറിച്ചിട്ടാണ്. പക്ഷെ നല്ല കായ്ഫലമുള്ള ഒരു സംവിധായകനാണ് തരുൺ മൂർത്തിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം
നമ്മുടെ ഒലിച്ച കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പോൾ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ലോഹിതദാസ് എന്ന പ്രതിഭാധനനായ എഴുത്തുകാരൻ, സംവിധായകൻ. അദ്ദേഹത്തിന്റെ മകൻ വിജയ് ശങ്കർ ലോഹിതദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം സാക്ഷാൽ പത്മരാജന്റെ മകൻ ആനന്ദ പത്മനാഭൻ, അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മധു, നമുക്ക് ഒരു ഇത് മറക്കിലൊരിക്കലും എന്ന് പറയുന്ന ഒരു നോവൽ ഐഡിയ, ഒരു നല്ല ആശയത്തെ ഈ രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്പോൺസേഴ്സ് വേണം. നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മൈജി വളരെ പോസിറ്റീവായി, വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയായിരുന്നു നമുക്ക് സമ്മാനിച്ചിരുന്നത്. മൈജിയുടെ ഭാഗമായി ഈ വേദിയിലേക്ക് എത്തുന്നു മാർഷൽ BDM-ആണ് മൈജിയുടെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം വില്ലി വൈറ്റിന്റെ മീഡിയ മാനേജർ അഭിലാഷ്, ഒപ്പം സെന്റ് പോൾസ് ആയുർവേദിയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി PH, മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നും വേദിയിലേക്ക് എത്തുന്നു റെസിഡന്റ് എഡിറ്റർ MKM ജാഫർ, ഒപ്പം PR മാനേജർ ഷൗക്കത്ത്. ഈ യാത്രയിൽ നമുക്കൊപ്പം നിന്നതിന്റെ നന്ദി സൂചകമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഏറ്റവും ആദ്യം ഉപഹാരം സമർപ്പിക്കുന്നു സിബി സാർ. മൈജിയുടെ BDM മാർഷലിന് ഇപ്പോൾ പുരസ്കാരം സമ്മാനിക്കുന്നു. ഒരു മെമ്മന്റോ നമ്മുടെ ഭാഗത്തു നിന്ന് സമ്മാനിക്കുകയാണ്. ഒപ്പം സിദ്ദീഖ് സാർ അഭിലാഷിന്, വില്ലി വൈഫിന്റെ മീഡിയ മാനേജർ അഭിലാഷിന് ഇപ്പോൾ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹ ഉപഹാരം സമ്മാനിക്കുന്നു. ഒപ്പം ഭാഗ്യലക്ഷ്മി മാം, സെന്റ് പോൾസ് ആയുർവേദിയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി PH-നുള്ള ഒരു നമ്മളുടെ സ്നേഹ സമ്മാനം കൈമാറുന്നു. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്പോൺസേഴ്സിന് നന്ദി. അവരവരുടെ സീറ്റിലേക്ക് ദയവായിട്ട് മടങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 10 കഥാപാത്രങ്ങൾ, മനസ്സിൽ നിന്നും പടിയിറങ്ങാത്ത 10 കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട 8 പേർ. എനിക്ക് തോന്നുന്നത് ഈ 10 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 10 മാത്രമല്ല, ഒരുപാട് പഴയ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സിനിമ കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. പിന്നീടാണ് സിനിമക്കാരനായത്. അപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ മറക്കില്ല ഒരിക്കലും എന്ന് തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഗുരുനാഥൻ്റെ സിനിമയുടെ പേര് തന്നെ ആയിക്കോട്ടെ. സിബി വർക്ക് ചെയ്തിട്ടുള്ള പടമല്ലേ മറക്കില്ല ഒരിക്കലും. അതിൻ്റെ ഒരു പകുതി ഷെഡ്യൂൾ വർക്ക് ചെയ്തു മറക്കില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ മരിച്ചു പോയിട്ട് ഷെഡ്യൂളായിപ്പോയി. അതിൻ്റെ ഭാഗമായിരുന്നു ഒരു ഘട്ടത്തിൽ. ആ സമയത്താണ് മാമാട്ടിക്കുട്ടി ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് മാമാട്ടിക്കുട്ടിയമ്മ തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പോവുകയായിരുന്നു. ആ സമയത്ത് ആ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും മറക്കിലൊരിക്കലിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ വന്നു. അപ്പോഴേക്കും ഫാസ്റ്റിൽ അതിന് പോയി. അപ്പോൾ ഇവിടെ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വം ജിജോയ്ക്കും എനിക്കും ഏൽപ്പിച്ചിട്ടാണ് ഫാസ്റ്റിൽ പോയത്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയാണ് നമ്മൾ പണി പഠിക്കുന്നത്. അതെ, അത് അന്ന് ഞാൻ ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടില്ല. പക്ഷെ ഭാഗ്യത്തിൻ്റെ ആദ്യ സിനിമയും മറക്കില്ല ഒരിക്കലാണെന്ന്. പാച്ചിക്കായ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മറക്കില്ല ഒരിക്കലും സിനിമയുടെ ഡബിങ് ഉദയ സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ ഡബിങ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് ഈ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ഞാൻ അംബികയ്ക്കാണ് ആ ഫിലിമിൽ ഞാൻ
വോയിസ് കൊടുത്തത്. ആദ്യമായിട്ടല്ലേ? ഫാസിൽ സാറിന്റെ ആദ്യമായിട്ട്. അതിനുമുമ്പ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര വയസ്സിൽ തുടങ്ങി? അല്ലല്ല, എന്റെ പ്രായം എനിക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. എനിക്ക് ഇപ്പൊ 61 വയസ്സായി കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രായം പറയുന്നതിൽ വലിയ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിട്ട് 50 വർഷമായി. മലയാള സിനിമയിൽ ഈ ശബ്ദത്തിന് 50 വയസ്സ്. 1973 മനസ്സ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പൊ അതിൽ ഞാനൊരു ചെറിയൊരു സോങ്ങില് എന്തോ ഇങ്ങനെ KP ഉമ്മുക്ക പറഞ്ഞിട്ടാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആ പടത്തിനെ കുറിച്ച് ഞാൻ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചവരുടെ ലിസ്റ്റിൽ പ്രേം നസീർ, ജയഭാരതി, ഭാഗ്യലക്ഷ്മി ഞാൻ ഞെട്ടിപ്പോയി. ഞാനതില് ലെൻസ് ഇട്ട് നോക്കിയാൽ പോലും എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ അയ്യോ എന്റെ പേര് ഗൂഗിളിൽ എന്റെ അപ്പോഴാണ് ഞാൻ അത് ശരി ഞാൻ വന്നിട്ട് അപ്പൊ എന്റെ വയസ്സ് മനസ്സിലായല്ലോ. വന്നപ്പോ സിദ്ദിഖ് എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പറയുന്നത് കേട്ടോ, മറക്കില്ല ഒരിക്കലും കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വയസ്സൊക്കെ വിളിച്ച് പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചു. അപ്പൊ എന്നോട് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പറഞ്ഞതാണ് ഒരു ഇംപ്രഷൻ കിട്ടാൻ. അത് വിശ്വസിക്കണ്ട. ഞാനൊരു 55 വയസ്സ്. 52. ഞാൻ പറഞ്ഞല്ല, എനിക്ക് 61 വയസ്സായി. എനിക്ക് ആ മറക്കില്ല ഒരിക്കലും സിനിമ എനിക്ക് അങ്ങനെ ഒരു. അപ്പൊ ആ പേര് തന്നെ 3 പേരുടെ കഥകൾ സാറിന്റെ ചേച്ചിയുടെ. വെരി ഗുഡ്. സിദ്ദിഖ് സാർ, ഇനിയിപ്പോ നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ 10 കഥാപാത്രങ്ങളിൽ സിദ്ദിഖിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തിരഞ്ഞെടുക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. സ്റ്റിൽ എന്താണ്? അല്ല, ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ വ്യക്തിത്വങ്ങളും ഒരുപാട് തലങ്ങളുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് എനിക്ക് തോന്നുന്നത്, അത്രയധികം നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പ്രതിഭകളുണ്ടായിരുന്നു. പത്മരാജ് സാറ്, ലോഹി എന്നൊക്കെ പറയുന്ന പോലുള്ള മഹാപ്രതിഭകളുടെ സൃഷ്ടികളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടാണ് ഈ പറയുന്ന ഈ 10 കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ തുണ്ടി മുതലാണ് ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് പറയാവുന്ന. അങ്ങനെ ന്യൂ ജനറേഷനിലും നല്ല എഴുത്തുകാരുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റൊരു ചരിത്രമാണ്. ഇതിപ്പോൾ തുടങ്ങിയ കുട്ടികളാണ്. അപ്പോൾ അവരിൽ നിന്നും ഇത്തരം നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പിന്തള്ളപ്പെടാം. പുതിയ തലമുറ കൊണ്ടുവരുന്ന ഒരുപാട് കഥാപാത്രങ്ങളാകാം പ്രിയപ്പെട്ടത്. അപ്പോൾ അത് എല്ലാ കാലത്തെയും അല്ല, പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു 10 പേര്. യെസ്, സിബി സാർ, എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റ് കാണുമ്പോൾ ഏറ്റവും അധികം ഈ കൂട്ടത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാള് സിബി സാർ തന്നെയായിരിക്കും. കാരണം ഈ ലിസ്റ്റിൽ സാർ പ്രവർത്തിച്ചിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ 4 സിനിമകളോളം ഉണ്ടല്ലോ. 3 പടങ്ങൾ, 3 സിനിമ. അപ്പോൾ ഈ 3 സിനിമകളുടെയും സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം അഭിമാനത്തോട് കൂടിയിട്ടാണ് ഈ ലിസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുന്നത്? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പക്ഷേ അഭിമാനത്തിൻ്റെ കാരണം എന്നേക്കാൾ അധികമായിട്ട് ലോഹിയുടെ 4 കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. കാരണം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്, ആദ്യം മനസ്സിൽ കാണുന്നത്, രൂപപ്പെടുത്തുന്നത് എഴുത്തുകാരനാണ്. അങ്ങനെ ലോഹിയുടെ ഭാവനയിൽ കണ്ട എഴുതിയ 4 കഥാപാത്രങ്ങൾ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അതിലൊരു സിനിമ ലോഹി ഡയറക്റ്റ് ചെയ്തത് ആണ് എന്നും കൂടിയുണ്ട്. 1-ാം സ്ഥാനം കിട്ടിയത് ലോഹിയുടെ കഥാപാത്രമാണ്, 2-ാം സ്ഥാനം കിട്ടിയത് ലോഹിയുടെ കഥാപാത്രമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷിക്കേണ്ടത്, അഭിമാനിക്കേണ്ടത് ലോഹിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ലോഹിയുടെ മകനുള്ളത് ഏറ്റവും വലിയ സന്തോഷം. ഈ കഥാപാത്രങ്ങളിലും ഇപ്പോൾ വിദ്യാസാഗർ ഇപ്പോൾ പറഞ്ഞേക്കാറുണ്ട്, ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പിന്നെയും പിന്നെയും എന്ന് പറയുന്ന പാട്ടാണ് എന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ പിന്തുടർന്നിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് പോലെ ഈ കഥാപാത്രങ്ങളിൽ സിബി സാറിന്റെ കൂടെ പിൽക്കാലത്തും സഞ്ചരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരിക്കും? നമ്മൾ ഈ ചോദ്യം മക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നത്. എങ്കിലും
ഞാൻ എൻ്റെ ഒരു ഫിലിം മേക്കർ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും നല്ല സിനിമയെന്ന് ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ഞാനും അതിനെ ഉൾക്കൊള്ളുന്നത്. അത് സതയമാണ് സിനിമ എന്ന നിലയിൽ. സതയത്തിലെ സത്യനാഥൻ ഈ ലിസ്റ്റിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സേതുമാധവനും ബാലൻ മാഷും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ ലിസ്റ്റിൽ പെടാത്ത രാജീവ് മേനോനും പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ എനിക്കൊരു പേഴ്സണൽ ചോദ്യം, അത് ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ട്, അതിനുശേഷം ലോഹി സാറ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും എലമെൻറ്റ് മിസ്സിങ് ആണെന്ന് ഒരു ഫീലിംഗ് സാറിന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ആണോ? ഇല്ല, ലോഹി സംവിധായകനാകാൻ തീരുമാനിച്ചൊരു അങ്ങനെ ഒരു ചിന്ത. കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ അതിനു മുമ്പ് സംവിധാനം ചെയ്തിരിക്കുന്ന സാറായതുകൊണ്ടാണ്. അതെ, ലോഹിയും ഞാനുമായിട്ട് സിനിമകൾ ചെയ്യുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു വ്യക്തിപരമായ വലിയ ബന്ധമുണ്ട്. ആദ്യമായിട്ട് ഒരുമിച്ച് ഒരേ മുറികളിൽ താമസിച്ച് ഒരേ പോലെ ഒരുമിച്ച് യാത്ര ചെയ്ത് അങ്ങനെയുള്ളൊരു വലിയ ദീർഘയാത്രയുണ്ട് ഞങ്ങൾ തമ്മിൽ. ലോഹി എഴുത്തുകാരൻ എന്ന നിലയിൽ ലോഹി മലയാളത്തിലുണ്ടായാലും നമ്മൾ ഈ ലിസ്റ്റിൽ കാണാത്തറിയാൻ മലയാളം ഈ ലിസ്റ്റിൽ പെടാത്ത എത്രയോ കഥാപാത്രങ്ങൾ ആ 25 ലിസ്റ്റുകളുണ്ടാവും. അപ്പം അത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഭരതേട്ടനെ പോലെ. എനിക്കൊന്ന് ഭരതേട്ടൻ ലോഹിയായിട്ടുള്ള കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഭരതേട്ടൻ്റെ ഒരു സ്കില്ലിനെ, ആ ഒരു കഥാപാത്രത്തെ ഇച്ചിരി അച്ചൂട്ടിയൊക്കെ ഭരതേട്ടൻ മോൾഡ് ചെയ്തെടുത്തേക്കുന്നത് ഗംഭീരമായിട്ടാണ്. അതിൻ്റെ ഒരു കടപ്പുറത്തിൻ്റെയൊക്കെ ഭംഗി, ആ കഥാപാത്രം ഇപ്പോൾ ലളിത ചേച്ചി ആയാൽ പോലും മുരളി ആയാൽ പോലും ആ കഥാപാത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ലോഹി മറ്റ് സംവിധായകരുമായിട്ട് ചെയ്ത ഒരു വർക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭരതേട്ടനായിട്ടുള്ള ലോഹിയുടെ കോമ്പിനേഷനാണ്. വെങ്കലം ഒക്കെ. ലോഹി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ലോഹി എന്നെ വിളിച്ചാൽ ഞാനൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് മദ്രാസിലെ AVM സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് റൂമുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെ സിനിമ എഡിറ്റ് ചെയ്യുന്ന AVM-ലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുറത്തെ വരാന്തയിലെ ബെഞ്ചിലിരുന്നിട്ട് ലോഹി പറഞ്ഞു, ഞാൻ ആ കഥയൊന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഭൂതകണ്ണയുടെ കഥ പറയുന്നത്. അപ്പം ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞു, ഇത് ലോഹി തന്നെ ചെയ്യേണ്ട സിനിമയാണ്, ഇത് വേറെ ആരെയും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഈ കഥയാണ്. അത്രമാത്രം ആ കഥാപാത്രത്തെ, കഥയെ ആഴത്തിൽ ലോഹി ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്നോട് പറഞ്ഞു വരുമ്പോൾ സാധാരണ ഞാൻ ലോഹിയായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ലോഹി അതിൻ്റെ ഒരു പരിസരങ്ങളൊക്കെയാണ് ആദ്യം പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ വളരെ ആഴത്തിലേക്ക് പോയിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സിനിമ ലോഹി തന്നെ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ എപ്പോഴും എല്ലാ സിനിമകളും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകരുത്. കാരണം ലോഹി മാത്രം ചെയ്യേണ്ടത് എന്ന് പ്രേക്ഷകർക്കും ലോഹിക്കും തോന്നുന്ന സിനിമകൾ മാത്രമേ ലോഹി സംവിധാനം ചെയ്യാറുള്ളൂ. കാരണം ലോഹിയുടെ വൈഭവം നിൽക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെയാണ്. കാരണം ലോഹിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വലിയൊരു ക്രൗഡിനെ മാനേജ് ചെയ്യാനൊക്കെ പറയുന്ന അത്തരത്തിലുള്ളൊരു മറ്റൊരു തരം സ്കില്ലാണ്. ആ സ്കില്ലല്ല, അങ്ങനെ ഒരു വലിയ ക്രൗഡിനെ കമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ആളല്ല ലോഹി. എപ്പോഴും മുറിക്കുള്ളിൽ അടച്ചിരുന്ന് എഴുതുന്ന ആ ടെൻഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൃഷ്ടാവ് എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ലോഹി അഭിരമിക്കുമ്പോൾ ലോഹിയുടെ ലോഹി ഉള്ളിൽ നിന്നും കൊണ്ട് ഒരുമാതിരി നമ്മൾ പറയാം, ഈ യേശുക്രിസ്തുവൊക്കെ രക്തം ചിന്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറയുന്ന പോലെ തലയിൽ കെട്ടിവെച്ചിട്ട് തലവേദന വന്നിട്ട് തലയിൽ മുഴയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ടൈറ്റായിട്ട് കച്ചീഫ് കൊണ്ട് കെട്ടി വെച്ചിട്ട് ഒക്കെയാണ് എഴുതുന്നത്. അതോടൊപ്പം കയ്യിൽ മുഴ വരും എഴുതിക്കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള അത്രമാത്രം ഒരു പീഡാനുഭവത്തിൻ്റെ ഒരു അനുഭവമാണ് ലോഹി എഴുതുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ ഡയറക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഫിസിക്കലായിട്ടൊക്കെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതിന് ലോഹിക്ക് പലപ്പോഴും കഴിയുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞത്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞത്, ശ്രീനിവാസൻ സിനിമ ചെയ്തത് വടക്ക് നോക്കി യന്ത്രം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിവാസൻ സിനിമ സംവിധാനം ചെയ്തതേയില്ല. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ ശ്യാമള ചെയ്തത്. അത് ശ്രീനിവാസൻ ചെയ്യണമെന്ന് നമുക്ക് എനിക്കും പ്രേക്ഷകർക്കും തോന്നേണ്ട ഒരു സിനിമയാണ് ചെയ്തത്. പക്ഷെ ലോഹിക്ക് പിന്നീട് തുടർച്ചയായിട്ട് അവസരങ്ങൾ അല്ലെങ്കിൽ ഓഫറുകൾ ആൾക്കാർ ലോഹിയിലേക്ക് വല്ലാത്ത പ്രഷർ വന്നപ്പോൾ ലോഹി സിനിമകൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു.
അപ്പം തീർച്ചയായിട്ടും എങ്കിലും ലോഹിയുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഞാൻ കാണുന്നത് ഭൂതകണ്ണാടി തന്നെയാണ് ആസ് എ ഡയറക്ടർ. യെസ്, ഭൂതകണ്ണാടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് ലിജു പറഞ്ഞത് എനിക്ക് മമ്മൂക്കാടെ കൂടെ ഭൂതകണ്ണാടി പോലൊരു സിനിമ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ സിനിമയുമായിട്ട് വന്നതെന്നാണ്. എത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോ വിജയ് ശങ്കറിനോട് ഇരിക്കുന്നത്, എന്താണ് പറയാനുള്ളത്? ഈ ലിസ്റ്റില് അച്ഛൻ്റെ 4 പടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ 25 വരെ ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റ്, ഇതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വരുന്നു എന്ന് പറയുമ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളുടെ വലുപ്പം എത്രമാത്രമായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം അത് ഇന്നും ആക്സെപ്റ്റഡ് ആണ്. കാരണം അച്ഛൻ മരിച്ച് 14 വർഷം ആകുന്നു, ഇന്നും ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ അച്ഛൻ്റെ കഥാപാത്രങ്ങൾ നിൽക്കുന്നത് പറഞ്ഞ് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. മലയാളത്തിലെ ഏറ്റവും ജീവിതഗന്ധിയായിട്ടുള്ള കഥാപാത്രങ്ങളുടെ തൂലികയ്ക്ക് പുറകിലുണ്ടായിരുന്ന ആളാണ്. ഇതിന്റെ ഈ കഥാപാത്രങ്ങളുടെ ഒരു ആഴവും വലിപ്പമൊക്കെ നമ്മൾ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എങ്ങനെയുള്ള ഒരു കൗതുകത്തോടു കൂടിയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്. അച്ഛന്റെ പല ക്യാരക്ടേഴ്സിനും ആ ഒരു ഡെപ്ത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് ഭൂതകണ്ണാടി കണ്ടപ്പോഴാണ് അതിലൊരു സീനിൽ ആ ഒരു സിനിമയുടെ ഫുൾ എസെൻസ് പറയുന്നത്. അതായത് ഒരു പച്ചിലപ്പാമ്പിനെ കണ്ട് കയ്യിൽ കൊത്താൻ പോയെന്ന് പറയുന്ന അവിടെ വിദ്യാധരന്റെ കടയുടെ മുന്നിൽ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് പറയുന്നത് ഇയാൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഇവരൊരു പാമ്പിനെ കല്ലെടുത്ത് എറിഞ്ഞത്. അപ്പൊ ആളുടെ സുഹൃത്ത് പറയുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ എറിഞ്ഞതായിരിക്കും, അല്ല ഇപ്പൊ ഞങ്ങൾ എറിഞ്ഞതല്ലേ. അപ്പൊ വിദ്യാധരൻ പറയുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ എറിഞ്ഞതാണോ കൊണ്ടതെങ്കിൽ. അപ്പൊ ഇയാൾക്ക് വളരെ ചെറിയൊരു പ്രായത്തില് ഇയാളുടെ ഉള്ളിലൊരു ഭയം കയറി കൂടിയിരിക്കുന്നതാണ്. അത് അന്നൊരു ആരൊരു പുള്ളുവൻ ആരോ പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അന്നേ ഒരു ഭയം ഇയാളുടെ ഉള്ളില് വന്ന് കൂടിയേക്കുന്നതാണ്. അപ്പൊ ആക്ച്വലി പറഞ്ഞ ആ ഒരു സിനിമ നമ്മൾ മൊത്തം നോക്കുമ്പോൾ അത് ഇയാളുടെ ഭയം തന്നെ മാനിഫെസ്റ്റ് ചെയ്തേക്കും. അതിൽ ഇയാൾ പറയുന്നുണ്ട് എന്നെ എണ്ണ പിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫിലിം ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു മകളുടെ ആ ഒരു ക്യാരക്ടർ റേപ്പ് ചെയ്യപ്പെടുന്നതിന് മുന്നേ ഇയാളൊരു രാത്രിയിൽ സരോജിനിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ കാലിൽ തൊട്ടാൻ വേണ്ടിയിട്ട് പുള്ളുകൊണ്ട് ഇയാൾ ഉമ്മറത്തേക്ക് ചെല്ലുന്നുണ്ട്. മകളകത്ത പഠിക്കുന്ന ആ ഒരു നേരത്ത് ഇവരെന്താ പറയുക ഒരു ഇന്റിമേറ്റ് മൂമെന്റിലേക്ക് പോകും. അപ്പൊ അവിടെ ഒരു ഷോർട്ട് മേക്ക് ചെയ്തേക്കുന്നതാണെങ്കിൽ പോലും അതൊരു എന്താ പറയുക ചിത്രകൂടങ്ങൾ ഇരിക്കുന്നുണ്ട് നാടിനുണ്ട്. ഇതിന്റെ പുറകിൽ നിന്നൊരു ക്രെയിൻ ഷോട്ട് വെച്ചിരുന്നു. ഒരു ക്രെയിൻ ഷോട്ട് താഴത്തേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഈ ചിത്രകൂടങ്ങൾ ഫ്രെയിമിലേക്ക് കയറി വരും. അപ്പൊ ഒരു വിഷ്വലി അത് മീൻ ചെയ്യുന്നത് നിങ്ങളിപ്പോഴും വാച്ച്ഡ് ആണ്, നിങ്ങളിപ്പോഴും നോട്ടോട്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു എണ്ണ വീണ്ടും അവരുടെ ലൈഫിലേക്ക് വരുന്നു. അവിടെ ജീവിതം കയ്യിൽ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് ഇയാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ നിന്ന് റിലീസിങ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് വീണ്ടും ഒരു നോർമലായിട്ടൊരു ലൈഫ് ഉണ്ടാവുക ഇവരുടെ കൂടെ. പക്ഷെ അവര് റിലീസിങ്ങിന്റെ മൊമെന്റ് ആകുമ്പോഴേക്കും വീണ്ടും ഇയാളെ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യം സംഭവിക്കുന്നത് ഇവിടെ ചേരാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇയാളെ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു ഒറ്റ സീനില് ആ ഒരു സിനിമയുടെ ഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു 30 വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. യെസ്, ഇനിയിപ്പോ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന കഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ അച്ചൂട്ടിയാണ്. ഞാൻ ഈ അടുത്ത് കണ്ടൊരു ഫോട്ടോ ഉണ്ട്. അത് നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അജിത്തേട്ടൻ തപ്പി കണ്ടുപിടിച്ച ചിത്രമാണ്. എനിക്ക് തോന്നുന്നു അജിത്തേട്ടൻ ആ ഫോട്ടോ ഒന്ന് സ്ക്രീനിലേക്ക് ഇടാൻ ഭയങ്കര രസമുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രം കണ്ടതിന് ശേഷം നമുക്ക് പറയാം. അമരം എന്ന സിനിമയുടെ സെറ്റാണിത്. കടപ്പുറത്തിരുന്ന് അമ്മ മക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്ന സീനാണ്, അല്ലെങ്കിൽ അതിന്റെ ചിത്രമാണ്. ഭരതൻ സാറിന്റെ തൊപ്പിയാന്ന് തോന്നുന്നു സിദ്ധാർത്ഥ വെച്ചേക്കുന്നത്. വാരി തരുന്നുണ്ടോ ഡൗട്ടാണ്. കൈ എന്തായാലും പ്ലേറ്റിലാണ്, തനിച്ച് കഴിക്കാണെന്ന് തോന്നുന്നില്ല. യെസ്, ഓർമ്മിക്കുന്നുണ്ടോ ഈ സീനൊക്കെ ശരിക്കും? വേഗമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, 7-8 വയസ്സെന്നെ ഉള്ളൂ. അതിപ്പോ എനിക്ക് വിജയ് പറഞ്ഞതാണ് കൂടുതലും എനിക്കും പറയാനുള്ളത്. ബിക്കോസ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ വളരുന്നവരും അതിന്റെ പെർസ്പെക്റ്റീവ് മാറി മാറി വരും. സോ ഈ അച്ചൂട്ടീന്റെ ഒക്കെ ഈ പ്രായത്തിൽ ഡെഫിനറ്റ്ലി അച്ചൂട്ടീന്റെ ഡെപ്ത് മനസ്സിലായി. വലുതാവുന്ന സമയത്ത് നമ്മൾ പിന്നെയും ഈ സിനിമകൾ ഇങ്ങനെ റിവാച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ അടലുകളും നമ്മളിങ്ങനെ മാറി മാറി പരിശോധിക്കുന്ന സമയത്ത് എന്താണ് ഈ അച്ചൂട്ടിയുടെ വലിപ്പം കണ്ടിട്ടുള്ളത് സിദ്ധു? അച്ചൂട്ടിന്റെ വലിപ്പം അയാളുടെ മനസ്സ് തന്നെയാണ്. അയാൾ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പോർട്രേ ചെയ്തത്. ആൻഡ് അത് ലോയി സാറിന്റെ മിക്ക ക്യാരക്ടേഴ്സും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. സിനി സാർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ഇവരൊക്കെ ആ സെൻസിറ്റിവിറ്റിയിലാണ് ഇവരുടെ സമതലനം തെറ്റുന്നത്. എപ്പോഴും അങ്ങനെ ഒരു സാധനം വരുന്നത്. അത് കാരണം അവർക്ക് ഉണ്ടാവുന്ന പല വിഷയങ്ങൾ അവർ ചുറ്റിനുള്ള ആൾക്കാരെ അവർ ഉപദ്രവിക്കാൻ നോക്കുന്നു. അങ്ങനെ അതായത് ക്യാൻ ബി ഫിസിക്കൽ ഓർ
കാണുന്നുണ്ട്. നമുക്കും അതൊരു ഭയങ്കര നാച്ചുറൽ ഒരു ഫ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. സൊസൈറ്റി ഈസ് പുഷിങ് ആൾക്കാരെ. ഇപ്പോൾ തനിയാവർത്തനത്തിലെ ക്യാരക്ടർ ഒരു അമ്മാവന്റെ സീൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഫാമിലിക്ക് ആ ഒരു ബേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ മരിച്ചു നീയാണ് ചോസൻ വൺ എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അയാളെ അതിലേക്ക് എത്തിക്കുകയാണ്. പുള്ളിക്ക് ആഗ്രഹം പുള്ളിനെ അതിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും പുള്ളി വർക്ക് ചെയ്ത്. ഇപ്പോൾ കിരീടത്തിലെ ക്യാരക്ടറായാലും അച്ചൂട്ടിയൊക്കെ അച്ചൂട്ടി ഇവനെ കണ്ടിട്ടുണ്ട് പുറംകിടന്ന്, എന്നിട്ട് മറ്റേ പിടിക്കുന്നതും കണ്ടു, തിരിച്ചു വന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പറയണ ഇയാളാണ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ ഒറ്റ അടിയിൽ തീർത്തേക്കണം, രണ്ടാമതൊരു അടിയിലേക്ക് എത്തിക്കരുത്. അത്രയും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്ക് അത് അടിക്കാൻ പറ്റുന്നതെന്ന് പുള്ളി തകർന്നു പോകുന്നു. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി രാത്രി പുള്ളി അന്വേഷിക്കാൻ പോയി ഏത് കടലിൽ മഴയൊക്കെ പെയ്തത്. അവിടെയും ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ട്. മകൾക്ക് വേണ്ട, സുഹൃത്തിന് വേണ്ട, പിന്നെ നിങ്ങൾക്കാണ് വേണ്ടത്, ഞാൻ പോവാടുത്ത് പറഞ്ഞിട്ട് പോകുന്നത്. ആ ഹോൾ കൺസ്ട്രക്ഷനിൽ യു കെൻ ഫീൽ ദാറ്റ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും കയ്യിൽ നിന്ന് പോയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരു കോമൺ ലൈൻ എവിടെയോ കിടക്കുന്നത്. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവർക്കും ഓർമ്മിച്ചിരിക്കുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോട്ട് ആയിരിക്കും, ഒരു അസ്തമയത്തിന്റെ പശ്ചാത്തലത്തില് മണലിനെ ഇങ്ങനെ നെഞ്ചത്തോട് കൂടിയിട്ട് ചേർത്ത് വെക്കുന്ന അച്ചൂട്ടി. കടലിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ കഥാപാത്രത്തെ അത്രയും ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ബിക്കോസ് ഈ ബേസിക്കലി ഈ കഥാപാത്രങ്ങളെ ആദ്യമേ ഉണ്ടാക്കുന്നത് അതിന്റെ റൈറ്ററും സംവിധായകനുമായിരിക്കും. ആദ്യമേ അവരതിനൊരു ഷേപ്പ് കൊടുത്തിട്ട് ഇതില് ലൈഫ് കൊടുക്കുന്നതാണ് ആ ആക്ടർ ചെയ്യുന്നത്. അതുവരെ അവരുണ്ടാക്കി വെച്ച ഒരു മോൾഡ് മാത്രമേ, they breathe life into it, making it move, making it emote, കരച്ചിൽ, ചിരി എല്ലാം അവർ ആ മുഖം കൊണ്ടുവരികയാണ് ക്യാരക്ടർ. അവരുടെ ആ മുഖം, ആ ഷേപ്പ്, അതാണ് ആക്ടർ ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ എലിവേറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാരക്ടർ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ സിനി സാറിന് തന്നെ നമ്മുടെ സദേവിലെ സെയിം ഗൈ ഇസ് ഹാവിങ് ഇഷ്യൂസ്. പുള്ളി ഇടയ്ക്കിടെ ആ രണ്ട് പിള്ളേരെ കൊല്ലുന്നൊക്കെയാണ്. അതൊക്കെ ഒരു എക്സ്ട്രീം തോട്ടാണ്. പുള്ളിക്ക് ആ പിള്ളേരെ രക്ഷിക്കാനാണ് പുള്ളി അത് ചെയ്യണത്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇവര് ഡിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ ഒക്കെ ആണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അവിടെ നിന്നിട്ട് എന്താണ് ആ ധർമ്മസങ്കടം ആ ആക്ടറാണ്, ആ ആക്ടറിന്റെ മുഖത്തൂടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ചിരിയുണ്ട്. അതെ അതെ. നമ്മുടെ അല്പം മുൻപ് സിബി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ലോഹിയുടെ സിനിമകൾ ഭദ്രൻ സംവിധാനം ചെയ്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടാണ് ഞാൻ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതെന്ന്. വലിയൊരു ക്യാൻവാസ് ആണ് എപ്പോഴും ഭദ്രൻ സിനിമകൾക്ക്. വലിയൊരു ക്യാൻവാസ് ആണ് എപ്പോഴും ഭരതൻ സിനിമകൾക്ക്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഫ്രെയിംസ്. എനിക്ക് തോന്നുന്നു ജോൺ പോൾ തന്നെ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും ഒരേ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ അത് ഭരതൻ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതിന് ഇത്രയും സൗന്ദര്യം ഉണ്ടാകുന്നത്. ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള എഴുത്തിനെ അത്രയും ഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഭരതൻ സാറ് എല്ലാ ഫ്രെയിംസും വരച്ചിട്ട് ചെയ്യുമായിരുന്നു, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഭരതേട്ടൻ ഒരു ചിത്രകാരനാണ്. എപ്പോഴും ഭരതേട്ടൻ അത്തരത്തിൽ ഫ്രെയിമുകൾ വെക്കുമ്പോൾ ആ ഒരു കമ്പോസിഷൻ അത്തരത്തിൽ തന്നെയാണ്, ചിത്രകാരൻ്റെ കാഴ്ചപ്പാടിൽ കൂടിയാണ് ഓരോ ഫ്രെയിമുകളും സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയാണ് എനിക്ക്. ഞാൻ ഭരതേട്ടൻ്റെ ഓരോ സിനിമകളും, ലോറി പോലെയുള്ള ആദ്യകാലത്തെ സിനിമകൾ, തകരയാണെങ്കിലും എല്ലാം ഭരതേട്ടൻ നേച്ചറിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടറാണ്. അതിൻ്റെ ഇപ്പം ഈ അമരത്തിൽ തന്നെ കടൽ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ വേറെ ഒരു സിനിമയിലും കണ്ടില്ല. കടൽ പശ്ചാത്തലമായിട്ട് ഒരുപാട് സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ഈവൻ മോഹൻലാലും സലീം ഗൗസും ചെയ്ത താഴ്വാരം എന്ന സിനിമയിൽ ഇത്രയും റസ്റ്റിക് ആയിട്ടുള്ളൊരു ഭൂപ്രകൃതി നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ആ സിനിമ ആവശ്യപ്പെടുന്ന എല്ലാ റസ്റ്റിക്കും നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ചൂടും പൊടിയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചാട്ട, ലോറി, ഓരോ സിനിമകൾക്കും ഭയങ്കരമായിട്ട് ഈ നേച്ചറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു. യെസ്, എനിക്ക് തോന്നുന്നു മാളൂട്ടി എന്ന സിനിമയിൽ അതിന്റെ ടൈറ്റിൽസ് കാണിക്കുന്ന സമയത്ത് അതിൽ വരച്ചിരിക്കുന്ന പടം അല്ലെങ്കിൽ ആ പെയിന്റിങ് സിദ്ധുവിന്റെ എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാമല്ല, അതിൽ അത്യാവശ്യം നന്നായിരിക്കുന്ന ശ്രീകുട്ടിയും വെരി അമച്ചറിസ്റ്റ് ആയിട്ടുള്ളത്. യെസ്,
ഇനിയിപ്പോ നമ്മളിപ്പോ പുതിയ കാലഘട്ടത്തിലുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ എത്രമാത്രം ഈ നമ്മളിപ്പോ അല്പം മുൻപ് സിദ്ദിഖ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, 90s എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. അത് നമുക്ക് ഏറ്റവും മികച്ച സിനിമകൾ കിട്ടിയ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഒരുപാട് സിനിമകളുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു. നമ്മളിത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഇതൊക്കെ തന്നെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, വേറെ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളാണ് ഈ 10. എനിക്ക് തോന്നുന്നത് ഈ എല്ലാ സിനിമകളും 2 അല്ല അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ ഫിലിം മേക്കർ ആക്കുന്നത് സത്യത്തിൽ. പ്രത്യേകിച്ച് ലോയ് സാർ എഴുതിയ സിനിമകൾ, സിദ്ധാർത്ഥൻ അച്ഛൻ ചെയ്ത സിനിമകൾ, സിബി സാർ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയി കുറേ സാധനങ്ങൾ തപ്പിയെടുത്തപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സിബി സാറിനെ എഴുത്തയച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, സംഭവം എന്ന് പറഞ്ഞാൽ, ഈ 10 കഥാപാത്രങ്ങളുടെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിബി സാറിൻ്റെ കൂടെ, സിദ്ദിഖ് സാറിൻ്റെ കൂടെ, അനന്തപത്മനാഭൻ്റെ കൂടെ, സിദ്ധാർത്ഥൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ തരുന്ന അറിയാം, ഞാൻ തരുന്ന സിനിമ ആയിട്ട് തരുന്ന പറയും നല്ല സിനിമയാണ്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൂടാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ ഈ 10 കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കഥാപാത്രം ഏത്? എനിക്ക് ഇപ്പം ഇമോഷണൽ സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ കിരീടവും ചുട്ടിയൊക്കെ തന്നെയാണ് എനിക്കെന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിശ്ചലനെയാണ്. കാരണം അത് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് ഏർപ്പിക്കാൻ ഇന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് ആരെ നമ്മൾ ഏൽപ്പിക്കുന്നു. അതാണ് എനിക്ക് നിശ്ചൽ ജഗതി ചേട്ടൻ, അവിടാണ് ഞാൻ സ്റ്റക്കായി കിടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ആ സാധനം എൻ്റെ അകത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാം സേതുമാധവൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വോട്ടിങ്ങിന്റെ ഒരു ഇത് കൊണ്ടാവും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പഴയതിലോട്ട് നമ്മൾ അധികം പോയില്ല. സാറും ഒക്കെ അങ്ങോട്ട് പോയില്ല എന്നുള്ളത് ഉള്ളൊരു പ്രശ്നമായിട്ടല്ല, വോട്ടിംഗ് ആണ്, അങ്ങനെയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതായില്ല ജഗതി ചേട്ടൻ ചെയ്ത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല, അതുകൊണ്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആൾക്കാരെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ല. നമ്മള് വർഷങ്ങളോളം അതിലെ ഡയലോഗുകൾ ഇപ്പോഴും പറയാറുണ്ട്. അതെ അതെ, ഇപ്പോഴും നമ്മള് പല കാര്യങ്ങളെയും കണക്ട് ചെയ്യാൻ അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ +2 പഠിക്കുന്ന പിള്ളേർ ഈ ഡയലോഗ് കോട്ടിൽ സംസാരിക്കുന്നുണ്ട്. യെസ്, ഇനിയിപ്പോ ഈ ചിരിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം. നിശ്ചൽ ഈ ഒരു ലിസ്റ്റിൽ വന്നത് സിദ്ദിഖ് എങ്ങനെയാണ് കണ്ടത്? ഇതിനൊരു എല്ലാം ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം. പറഞ്ഞ പോലെ ആ കഥാപാത്രം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എഴുതുക, അയാളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് അമ്പിളിച്ചേട്ടനെ പോലെ ഒരു പ്രതിഭ നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ കഥാപാത്രം ഇന്നും നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്. അമ്പിളിച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കഥാപാത്രത്തെ. ഇപ്പോൾ ഉണ്ടാവും നല്ല ഹ്യൂമർ ചെയ്യുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള പോലുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെയൊക്കെ പേസ് വേറെയാണ്. അമ്പിളിച്ചേട്ടൻ്റെ പേസ് വേറെയാണ്. ആ സ്പീഡ്, അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു വില്ലനി മൂളലുകളുണ്ട്. ഭയങ്കര പാടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ. അത് നമ്മുടെ ഭാഗ്യം, മലയാള സിനിമയുടെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ ഞാൻ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുള്ള 2 പ്രതിഭകളാണ് ഇന്നസെൻ്റ് ചേട്ടനും അമ്പിളിച്ചേട്ടനും ഒക്കെ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ കഥാപാത്രങ്ങളെ നമുക്ക് മറ്റൊരാളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അത് എടുക്കുമ്പോഴൊന്ന് തുടക്കുമ്പോൾ ഒന്ന് ചെന്ന് കൊള്ളുമ്പോൾ അർജുനൻ്റെ ആവനാഴിയിൽ നിന്ന് പറയുന്നത് പോലെയാണ്. അമ്പിളിച്ചേട്ടൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായ കഥാപാത്രമായി മാറുകയും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പോലും പൊട്ടിച്ചിരിച്ചു പോകും പലപ്പോഴും. അദ്ദേഹം കൊടുക്കുന്ന ബോഡി ലാംഗ്വേജസ്, ആ ഡയലോഗുകളൊക്കെ നമ്മുടെ ഡയലോഗുകൾ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ചില അഡീഷൻസ് ഉണ്ട്, ബോഡി ലാംഗ്വേജ്, ഈ എക്സ്പ്രഷൻസ്, അവിടെയാണ് ഈ ക്യാരക്ടർ അങ്ങോട്ട് എലിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പ്രേക്ഷകൻ്റെ മനസ്സിലെ കാലത്ത് നിലനിൽക്കും. ശരിയാണ്, ഈ 10 കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു തമാശക്കാരനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതിൽ ഈ തലമുറ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. പൊതുവെ തമാശക്കാരെ മാറ്റി നിർത്തുകയാണ് പതിവ്. പക്ഷെ അമ്പിളിച്ചേട്ടനെ മാറ്റി നിർത്താൻ പറ്റില്ല.
ഈ ടേക്ക് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകുമെന്ന് പറയും. പുള്ളിയുടെ എക്സ്പ്രഷൻ കേട്ട് കഴിയുമ്പോഴത്തേക്ക് കൂടെ നിൽക്കുന്ന ആളെ ചിരിക്കും. അപ്പൊ ആ ടേക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കിരീടം എന്ന സിനിമയില് ഒരുപക്ഷെ തമാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചൊരു കഥാപാത്രം നമ്മളെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ജഗതിയുടെ അമ്പിളിച്ചന്റെ കഥാപാത്രം, ആ കഥാപാത്രത്തെ കുറിച്ച് കൂടി നമ്മളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു ലിസ്റ്റ് അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂർണ്ണമാകത്തില്ല. കാരണം ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് കോമഡി ചെയ്യുന്നവർക്ക് അത്ര ഒരു വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ കോമഡിയാണ് ഏറ്റവും ടഫ് ചെയ്യാനായിട്ട്. അത് ഏറ്റവും മികവോടെ ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഇല്ലാത്ത ഒരു ലിസ്റ്റ് അത് പൂർണ്ണമാക്കണം. പ്രത്യേകിച്ചും ഈ കഥാപാത്രം ഇത് ക്രിയേറ്റ് ചെയ്തത് പ്രിയനാണ്. പ്രിയൻ അതിൻ്റെ മാസ്റ്ററാണ്, കോമഡിയുടെ മാസ്റ്ററാണ്. അത് കഥാപാത്രത്തെ സൃഷ്ടിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് പ്രിയൻ തന്നെയായിരിക്കും. ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പ്രിയനെ കൊണ്ട് ഷോട്ട് ഓക്കെ ആകാതെ പ്രിയൻ്റെ ശരിയുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമ്പിളിച്ചേട്ടൻ്റെ ഏത് കഥാപാത്രം സിദ്ദിഖ് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന ഏത് കഥാപാത്രവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 100 മടങ്ങായിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഇപ്പോഴും കിരീടത്തിലെ ഡയലോഗൊക്കെ, ജഗതിച്ചന്റെ ഡയലോഗൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു ലോഡ് ശവം, 2 ലോഡ് ശവം എന്നൊക്കെ പറയുന്ന ഡയലോഗ്. സിബി സാറിന്റെ സിനിമയിലൊക്കെ നമ്മൾ ഒരു തമാശ വരുമ്പോൾ അത് കോടതി വലുത് പോലെയാണല്ലോ പെട്ടെന്ന്. അല്ല, ഈ കഥാപാത്രത്തിന്റെ ഒരു ശരിക്കും ആ സിനിമയിൽ ഒരു 3 സീനും കൂടെ ഉണ്ടായിരുന്നു വിളിച്ചാണ്. ആ കിരീടത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആണ്. പക്ഷെ ഫൈനൽ പ്രിന്റിൽ നിന്ന് ഒരു 3 സീൻ എടുത്ത് മാറ്റേണ്ടി വന്നു. അത് ഫൈനൽ പ്രിന്റ് കഴിഞ്ഞിട്ടാണ്. നമ്മളെല്ലാവരും അത് ഫൈനൽ ഒരു കോപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ലോകിക്ക് അങ്ങനെ തോന്നിയത്. അത് അമ്പിളിച്ചേട്ടൻ്റെ 3 സീനുകളാണ്. അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നടക്കുന്ന 3 സീനുകൾ. അമ്പിളിച്ചേട്ടൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, എനിക്കൊരു ചായക്കടയുണ്ട്. അമ്പിളിച്ചേട്ടൻ അവിടെ പോയിരുന്നിട്ട് ഇവിടുന്ന് ഈ മാക്സിമം ഇവർക്കൊരു ശല്യക്കാരനായ വരുമാനമുണ്ടോ. അപ്പം ഈ സ്ത്രീ അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് അയച്ച് പണം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന 2-3 സീനുകളുണ്ട് അവിടെ. അതിനകത്ത് ഇതുപോലെ ഒരു ആഹാരം കഴിക്കുന്ന ഒരു സീനുണ്ട്. അതും ഭയങ്കര ഒരു പണിയെടുക്കാതെ തിന്നുക എന്നുള്ളൊരു കഥാപാത്രമാണ്. പക്ഷെ അത് മാറ്റേണ്ടി വന്നു. അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഫൈനൽ ഒരു ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അത് മാറ്റണമെന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ മാറ്റിയതാണ്. അമ്പിളിച്ചേട്ടൻ ഈ കള്ള് ഷാപ്പിൽ ഇരുന്നിട്ട് ഈ കള്ള് കുടിക്കുക എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് അമ്പിളിച്ചേട്ടൻ എടുക്കുന്ന എഫേർട്ടുകളുണ്ട്. ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് പഴമൊക്കെ വായിക്കാത്തവർ ഇങ്ങനെ ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഡയലോഗും കുറേ നേരം ഈ അനീഫയുടെ ഡയലോഗ് നടക്കുന്ന സമയത്തൊക്കെ അമ്പിളിച്ചേട്ടൻ ഫില്ലാണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുകയും ഈ സിദ്ദിഖ് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ട് 100% ഇപ്പോൾ ലൊക്കേഷനിലേക്ക് അമ്പിളിച്ചേട്ടൻ എത്തിക്കഴിഞ്ഞാൽ വളരെ സീരിയസ്. അമ്പിളിച്ചേട്ടൻ സ്ക്രീനിന് പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. വന്നു കഴിഞ്ഞാൽ നമ്മളത്തേക്കും ഏതാണ് സാർ ക്യാരക്ടർ എന്താണ് സാർ എന്ന് ചോദിച്ചിട്ട് അത് ഏതോ ലൊക്കേഷനിൽ നിന്ന് ഏതോ 2-3 കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഓടി വരുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ കഥാപാത്രം എന്താണെന്ന് ചോദിക്കുക. വളരെ സീരിയസ് ആയിട്ടാണ്, വേറെ തമാശയ്ക്ക് വിളിക്കത്തില്ല. അത് പഠിച്ച് ക്യാരക്ടറെ മനസ്സിലാക്കിയിട്ട് പുള്ളി പോകും. പുള്ളി പോയി മേക്കപ്പിനെ വിളിച്ച് മേക്കപ്പ് കേട്ടിട്ട് നമ്മൾ ഉപയോഗിക്കും. സാർ ഇത് മതിയോ, ഇതാണോ ഉദ്ദേശിച്ചത്, മാറ്റണോ, അങ്ങനെ ആ ക്യാരക്ടറായിട്ട് സ്വയം അതിൻ്റെ എക്സ്റ്റേണലും ഇൻറ്റേർണലുമായിട്ടൊക്കെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതായിത്തീരുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും അമ്പിളിച്ചേട്ടൻ ചെയ്ത ഏറ്റവും മികച്ചൊരു കഥാപാത്രം പത്മനാഭ സാറിൻ്റെ സിനിമയിലെ കവലയാണ്. എന്തൊരു ക്യാരക്ടറാണ് അത്. അതിൻ്റെ സൃഷ്ടി എഴുത്തിൻ്റെ ഒരു മികവ് തന്നെയാണത്. പക്ഷെ അതിനെ ഒരുപക്ഷെ പത്മനാഭ സാറ് കണ്ടതിനേക്കാളും എത്രയോ മടങ്ങ് മുകളിലാണ് കവലയുടെ അവസാനം നമ്മുടെ സ്ക്രീനിൽ എത്തിച്ചേക്കുന്നത്. നമ്മുടെ 25ന്റെ ലിസ്റ്റിൽ കവലയുണ്ടായിരുന്നു. യെസ്. കിലുക്കം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രേക്ഷകർ കാണുന്നതിന് മുൻപ് ഡബിംഗ് തിയേറ്ററിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. നിശ്ചലിനെ കുറിച്ച് ആക്ച്വലി ആ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ നിശ്ചലും രേവതിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ ഡബ് ചെയ്തിട്ടേ ഇല്ലല്ലോ. അത് രേവതി ഓൺ വോയിസ് ആണ്. അപ്പം ഞാൻ ആ സിനിമ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ ഇതൊരു കോടാലിയല്ല ഈ ഡയലോഗ് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ ഈ ക്യാരക്ടർ തുടങ്ങുന്നത്? അല്ല, ഇതിനു മുമ്പ് കുറേ ഇട്ട് എന്നിങ്ങനെ പ്രിയൻ സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ആ സീനൊക്കെ അതിട്ട് കാണിച്ചു തരാം. അപ്പം അത് നോക്കിയപ്പോൾ രേവതിയുടെ ശബ്ദം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് തന്നെ പോലെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ഇപ്പം രേവതി നല്ല മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് രേവതി സംസാരിക്കുന്ന കോയിൻ്റെ മണം എന്ന് പറയുന്ന
അത് തന്നെ അങ്ങനത്തെ ഒരു സ്ലാങ് തന്നെ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ വട്ട് ആയിട്ടുള്ളത് അത് തന്നെ മതി, അപ്പം താൻ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അപ്പോഴൊക്കെ ആയപ്പോഴേക്കും ഈ നിശ്ചലമായിട്ടുള്ള കോമ്പിനേഷൻ കുറച്ച് കുറവായിരുന്നു. അവിടെ ഏറ്റവും എനിക്കൊരു ചലഞ്ചിങ് ആയിരുന്നു തിലകഞ്ചേട്ടനുമായിട്ടുള്ള സീൻസ് ആയിരുന്നു. ആ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷമുള്ള അങ്ങനത്തെ സീനായിരുന്നു ആ സിനിമയുടെ. ഇപ്പോഴും എനിക്കതിൽ ഒരുപാട് സന്തോഷം. അത് 2 പേരായിട്ട് ഡബ് ചെയ്തത് തന്നെയാണ് എനിക്കത് ഒരു സന്തോഷം. അതങ്ങനെ തന്നെ ആകേണ്ടത് തന്നെ ആയിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് അമ്പിളിച്ചേട്ടനുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ എനിക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഒന്ന് ബേസിക്കലി ഇങ്ങനെ അമ്പിളിച്ചേട്ടനുമായിട്ട് കുറേ അധികം സിനിമകൾ തിയേറ്ററിൽ ഒന്നിച്ചിങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനുമായിട്ട് ഇങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആ കൂട്ടുകാരിയോട് ചോദിച്ചു ഭാഗ്യലക്ഷ്മിയുടെ കൂട്ടുകാരിയാണോ? പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ്. അപ്പൊ ഇത് അവള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിച്ചു. പിന്നെ അമ്പിളിച്ചേട്ടൻ സുഖമില്ലാതെ ആയതിനു ശേഷം അവളെ കൂട്ടിക്കൊണ്ട് ഞാൻ അമ്പിളിച്ചേട്ടനെ കാണാൻ ചെന്നു. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ എന്നെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരാന്ന് മനസ്സിലായോ? അപ്പോൾ ഇല്ല എന്നിങ്ങനെ തലയാട്ടി. അപ്പം ഞാൻ പറഞ്ഞു അന്നിങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഇതെൻ്റെ ഫ്രണ്ടാണ്, നിനക്ക് അങ്ങനെ എന്നെ വേണമെന്ന് പറയുമ്പോൾ അമ്പിളിച്ചേട്ടൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിച്ചു ആ വയ്യാതിരിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് തോന്നി ഉള്ളിൽ. അപ്പം അമ്പിളിച്ചേട്ടൻ ഇപ്പോഴും ആ ഒരു ഓർമ്മ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് സിബി സാറൊക്കെ പറയുന്ന മാതിരി ഒരു നമുക്ക് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു ആക്ടറും പലപ്പോഴും പ്രിയൻ സാറിൻ്റെ ഒരുപാട് പടം ഇപ്പോൾ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പം അതിലുള്ള ഡയലോഗൊക്കെ പറയുമ്പോൾ കാണാം അകത്ത് പ്രിയനിങ്ങനെ കൺസോളിലിരുന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ അലച്ചു തള്ളി ഇങ്ങനെ ചിരിക്കുന്ന കാണാം അമ്പിളിച്ചേട്ടൻ്റെ ഡയലോഗ് പ്രസന്റേഷൻ. ഇപ്പോൾ കിരീടത്തില് സേതുമാധവന്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ ചെങ്കോല് വരുന്നത്. ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഒരു പൂർണ്ണത ലൈഫിൽ കൊടുക്കാനായി എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ ആർക്കോടുകൂടി ആലോചിക്കുന്ന കഥാപാത്രം സേതുമാധവനാണ്. ഞാനത് ഇവിടെ നേരത്തെ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണിത്. കാരണം സേതുമാധവൻ പൂർണ്ണമാകുന്നത് ചെങ്കോലിലൂടെയാണ്. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ കിരീടത്തിലെ പ്രകടനത്തെക്കാൾ മുകളിൽ കാണുന്നത് ചെങ്കോലിലെ സേതുമാധവനാണ്. കാരണം ഈ കിരീടം എന്ന സിനിമയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാൾ കിരീടം എന്ന സിനിമയിൽ അയാൾക്ക് ജീവിതാനുഭവങ്ങൾ കുറവാണ്. അയാൾ ഒരു വീട്ടിലെ നല്ല കുട്ടിയായിട്ട് വളർന്ന ഒരു പയ്യനാണ്. അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അയാൾ കടന്നുപോയ മാനസികമായ അവസ്ഥകളുണ്ട്, അയാൾ അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതിലൂടെ അയാൾ ഉയർത്തിരിഞ്ഞൊരു പുതിയ വ്യക്തിയായിട്ടാണ് ജയിലിൽ തിരിച്ചു വരുന്നത്. അത്തരം ഒരു 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 ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയ ഒരു കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ വളർച്ചയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുവാനും അഭിനയിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സേതുമാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ യാത്രയുടെ ഒരു ഏറ്റവും മികവുറ്റ ഒരു ഘട്ടം എന്ന് പറയുന്നത് ചെങ്കോല് തന്നെയാണ്. ഞാൻ പലപ്പോഴും ആ കിരീടത്തിലെ ഒരുപക്ഷെ പല സീനുകളിലും ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഈ ക്ലൈമാക്സിലെ കത്തിതാഴ എഴുതാ സീൻ പോലെയുള്ള ചില സീനുകൾക്കപ്പുറത്തേക്ക് നമ്മളെ ക്യാമറയുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് പോയ സന്ദർഭങ്ങൾ എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ചെങ്കോലിലാണ്. പ്രത്യേകിച്ചും ചെങ്കോലിലെ ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇയാളുടെ നെറ്റിയിലുണ്ടായ മുറിവിൻ്റെ പാടിനെ തലോടിക്കൊണ്ട് ഇയാൾ പറയുന്നൊരു ഡയലോഗ് പറയുന്നൊരു സീനുണ്ട്. എന്നിട്ട് ഇയാൾ പൊൻതൂവലാണ്. അത് കഴിഞ്ഞ് ഇയാളുടെ അവിടെയാണ് എൻ്റെ ജീവിതം ഒരു ആ ലോഡ്ജിൻ്റെ മുറിയിൽ നിന്നും ആ ജംഗ്ഷനിലേക്ക് നോക്കിയിട്ട് എൻ്റെ ജീവിതം കൈവിട്ടു പോയത് എവിടെയാണെന്ന് പറയുന്ന ആ ഒരു സീനുണ്ട്. അതാണ് എന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറുടെ ഏറ്റവും അഭിനയത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം കിരീടത്തിൻ്റെ സേതുമാധവനും അപ്പുറത്തേക്ക് വളർന്ന ചെങ്കോലിലെ സേതുമാധവനും കൂടെ ഈ ഒരു പുരസ്കാരം അറിയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ 3 കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 2 ലോഹി എഴുതിയതാണെങ്കിൽ 1 MD സാർ എഴുതിയതാണ്. എല്ലാ സംവിധായകരും നമുക്കറിയാം ആഗ്രഹിക്കുന്നുണ്ട് MD സാറിൻ്റെ ഒരു കഥാപാത്രം
കഥയെ ചിത്രീകരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. എനിക്ക് ദൈവകൃപയാൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴല്ല നേരത്തെ എനിക്കുണ്ടാകുന്ന എൻ്റെ ഉള്ളിലുള്ള വലിയൊരു നഷ്ടബോധം പത്മരാജൻ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനൊരു അവസരം എൻ്റെ മുമ്പിൽ എത്തിയതുമാണ്. ഒന്ന്, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഉണ്ടായി ദേവദൂതൻ എന്ന് പറഞ്ഞ് പിന്നീട് ഇറങ്ങിയ സിനിമയുടെ ആദ്യത്തെ കഥാരൂപം മുമ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ നവോദയയിലെ ജിജോയോട് സജസ്റ്റ് ചെയ്തത് ഇത് എനിക്ക് പത്മനാഭൻ സാറിനെ കൊണ്ട് എഴുതിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ തുടക്കക്കാരനാണ്, എനിക്ക് പോയി അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ജിജോ പത്മനാഭൻ സാറിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ടത് നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യുന്ന ആവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് പത്മരാജൻ സാറിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയം. അപ്പോൾ തനിയാവർത്തനത്തിൻ്റെ ഞാൻ പത്മനാഭൻ സാറിൻ്റെ എനിക്ക് വലിയ അടുപ്പവും പരിചയമൊന്നും അതിന് മുമ്പുണ്ടായിരുന്നത്. തനിയാവർത്തനത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എഡിറ്റിംഗ് റൂമിൽ തന്നെയാണ് ബി ലെനിൻ സാറാണ് പത്മനാഭൻ സാറിൻ്റെ എഡിറ്റർ. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. പത്മനാഭൻ സാർ എന്നെ കണ്ടിട്ട് എൻ്റെ തോളിൽ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, തനിയാവർത്തനം കണ്ടതാണ്, ബ്രില്യൻ്റ് വർക്കാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പത്മനാഭൻ സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ ഡയലോഗ് പോലെ. എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബ്രില്യൻ്റ് വർക്കുകളാന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് ചോദിക്കാനൊരു ധൈര്യം ചോദിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ കാലം വെയിറ്റ് ചെയ്തു. ഒരു പ്രൊഡ്യൂസറുടെ സിനിമയുടെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പത്മനാഭൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ പ്രൊഡ്യൂസറും കൂടെ പത്മനാഭൻ സാറിൻ്റെ പുനപ്പുരയുടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ അകത്ത് മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അത് എഴുതുന്ന റൂമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഇത് എഴുതിക്കൊണ്ട് കുറേ പേപ്പറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഞാനിതിൻ്റെ പേര് ഇന്നലെ എന്നാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് സ്ക്രിപ്റ്റ് തരാം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആരോടും അത് അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ നിനക്ക് ഞാൻ തരാം. എനിക്ക് സ്വർഗം കിട്ടിയ പോലെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുകയും പിന്നീട് ഈ ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ, പക്ഷേ എൻ്റെ മറ്റ് ഏതോ തിരക്കുകളുടെ ഇടയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് തിരുവനന്തപുരത്തുള്ളപ്പോൾ ശ്രീവിശാഖ് തിയേറ്ററിൽ അതിൻ്റെ 50-ാം ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് കഥയെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. സിനിമ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ക്ലൈമാക്സ് എന്നെ പിടിച്ചെത്തിയ ഒരു ക്ലൈമാക്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ആഗ്രഹം ഈ പോകുന്ന സുരേഷ് ഗോപി പോകുന്ന വണ്ടി തിരിച്ചു വരും, ഇത് അവസാനിക്കത്തില്ല. കാരണം ഇയാൾ തിരിച്ചു വന്ന് ശോഭനയുടെ എൻ്റെ ഭാര്യയാണ് നീ എന്ന് ബോധ്യപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ ഞാൻ കാത്തിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ടൈറ്റിൽ സിനിമ കയറി വരിക. ഞാൻ അവസാനം അവിടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ ആരും തട്ടിയിട്ട് പറഞ്ഞു, എല്ലാവരും പോയി. ഞാൻ തിയേറ്റർ കാര്യമാണ്, തിയേറ്ററിലെ സ്റ്റാഫ് വന്ന് എന്നെ തട്ടി വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് പത്മനാഭൻ സാറിനെ വിളിക്കുകയാണ്. എൻ്റെ ഈ അനുഭവം ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഈ പത്മനാഭൻ സാറിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്ന് എൻ്റേതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു അതിമോഹം എനിക്കുണ്ട്. മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ സിദ്ദിഖ് സാർ നമസ്കാരം. സാറിൻ്റെ സിനിമകൾ അന്ന് മുതൽ ഇന്ന് വരെ കാര്യത്തിലൂടെ ഹാസ്യം പറയുക എന്നുള്ള സാറിൻ്റെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അടുത്തറിഞ്ഞ ഒരു ഡയറക്ടറാണ് സാറ്. സാർ എങ്ങനെയാണ് രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത്? അതായത് എൻ്റെ ജോണർ ഹ്യൂമർ ആണെങ്കിലും ഞാൻ ഒരേ തരം സിനിമകളല്ല, ഒരേ തരം കഥകളല്ല തിരഞ്ഞെടുക്കുന്നത്, മാറ്റി 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 ചെയ്യുന്നത്. പിന്നെ പ്രേക്ഷകർ ഇപ്പം ഇന്ന് കാണുന്ന ഓൺലൈൻ മീഡിയയിലായിരുന്നില്ലല്ലോ പണ്ടൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ ഏതെങ്കിലും പബ്ലിക് സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് ആളുകൾ നമ്മളോട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ അവിടെയാണ് അവർ പറയുക. പക്ഷെ അവർ വളരെ ഫ്രാങ്കായിട്ടാണ് പറയുക. നമ്മൾ നേരിട്ട് മുഖത്തോട് നോക്കിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതും പറയും, ഇഷ്ടപ്പെട്ടതും പറയും. പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു തലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഉണ്ട്. ഈ വിമർശനങ്ങൾക്ക് മുഖമില്ല. അതാണ് ഏറ്റവും വലിയ.
പറയുന്നത് ഒരു 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 പ്രായത്തെ മാനിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ മാനിക്കേണ്ട, എന്നെ മാത്രമല്ല കേട്ടോ, പൊതുവെ ആരെയും മാനിക്കണ്ട. അതൊക്കെ ഇവിടെ ഒരു മനുഷ്യനോട് പറയാവുന്ന ഭാഷ ഉപയോഗിക്കാനെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലുള്ളവർ ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആരോടും അങ്ങനെ റിയാക്ട് ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് നേരിട്ട് അങ്ങനെ ഒരാളോട് പറയാൻ പറ്റില്ല. പറയാൻ നമ്മളുടെ മനുഷ്യത്വം നമ്മളെ അനുവദിക്കില്ല. ഇത് എന്നെ ആരും അറിയുന്നില്ല, എൻ്റെ ID ഫേക്കാണ്, അപ്പോൾ എനിക്ക് എന്ത് തോന്നിയ ദിവസവും പറയാം എന്നുള്ള തരത്തിൽ ഒരുപാട് ഡയറക്ടേഴ്സ് വളരെ വേദനയോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്ത് ചെയ്യാനാ, അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക. അല്ലാതെ അതിനെ ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ഒന്നും പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ സമാധാനിക്കുന്നു. ഞാനടക്കമുള്ള എല്ലാവർക്കും ഉണ്ട്. എൻ്റെ അനുഭവം എന്നല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ഈ ഫീഡ്ബാക്സ് വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു മേജർ ചങ്ക് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സാണ്. അപ്പം അവരുടെ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും സ്വാധീനിക്കുന്നത്. അത് ഒരു 90%ഉം അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെയാണ് അവർ അതിനകത്ത് കൊണ്ടുവരുന്നത്. സാർ, അന്നുള്ള സിനിമാ സ്വാതന്ത്ര്യത്തെ ഇന്ന് വിലക്കുന്നത് പോലെ സാറിന് തോന്നിയിട്ടുണ്ടോ? ഇന്ന് കുറച്ചും കൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ വിലക്കുകൾ നമ്മുടെ സമൂഹം തന്നെ ഏർപ്പെടുത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ സാറിന്? ഉണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, പൊളിറ്റിക്കൽ കറപ്റ്റ്നെസ് അതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിമിറ്റ് ചെയ്യണം, ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ പാർട്ടാണത്. അപ്പോൾ ഒരാളെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ പണ്ട് നമുക്ക് പറയാമായിരുന്ന പല ഡയലോഗുകളും ഇന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങൾ വരെയാണ്. അപ്പോൾ വിമർശനം ഹാസ്യത്തിലൂടെ വിമർശിക്കാം. അപ്പോൾ ഹാസ്യത്തിലൂടെ വിമർശിക്കുമ്പോൾ അതിന് വേറെ അർത്ഥം പേടിക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ ഒരു രീതി പതുക്കെ കൈവിട്ട് പോവുകയാണ്. കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ ഒരു പാരമ്പര്യമാണ് നമ്മുടെ. വിമർശിച്ചിട്ടാണ് നമ്മൾ രാജാവിനെ പോലും വിമർശിച്ചിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ഇന്ന് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മളൊരു സിനിമയിലൂടെ ഒരു വിമർശനം നമ്മൾ കൊടുത്താൽ ആ ഒരു പട്ടാളം അവർ നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ഇനി ജനിക്കാനിരിക്കുന്നവരെ വരെ ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരുപാട് ലിമിറ്റഡ് ആകുകയാണ്. ഒരു സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് പതുക്കെ വിട്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ചില വഴികളിലൂടെ മാത്രം സഞ്ചരിക്കേണ്ടി വരുന്നു. സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരും ഒരു സിനിമയുടെ നിറത്തിനെ പോലും വേറെ രീതിയിൽ എടുക്കുമ്പോൾ അത് ശരിക്കും ഒരു കലാകാരനെ ഏർപ്പെടുത്തുന്ന വിലക്കല്ലേ സാർ? അല്ല, അത് ഈ സൊസൈറ്റിയുടെ പാർട്ടാണ്. ഇപ്പോൾ അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ അടിക്കാൻ പാടില്ല ഇപ്പോൾ സിനിമയിൽ. പണ്ട് സ്ത്രീകളെ അടിക്കാത്ത സിനിമയില്ല. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം, എൻ്റെ വീട്ടിൽ നടക്കാറില്ല, പല വീട്ടിലും അമ്മമാരെ തല്ലുന്ന അച്ഛന്മാരെ കണ്ടുകൊണ്ടിരുന്ന കുട്ടികളുണ്ട്. അവരവരുടെ ഭാര്യമാരെ തല്ലും. അപ്പോൾ അങ്ങനെ ഇന്നതൊന്നും നടക്കില്ല. അപ്പോൾ അത്തരം റിയാലിറ്റി സൊസൈറ്റിയിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ സിനിമയിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ അത് സിനിമയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള അറ്റാക്കുകൾ നമുക്ക് ഉണ്ടാകും. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഓക്കെ, നമുക്കത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. കാരണം കൂടുതൽ പേരും 6 മണി വരെയാണ് സമയം പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിങ്ങനെ നീണ്ടുപോയതാണ്. യെസ്, എന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. 10 കഥാപാത്രങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ നമുക്കും പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ആ 10 ഇല്ല എന്നുള്ളത് നമ്മളെയും കുറച്ചൊക്കെ നിരാശപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ പ്രേക്ഷകർ തെരഞ്ഞെടുത്ത ഒരു
ഒരു അവരുടെ ഒരു തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും ഇത്. അതിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇവർക്കുള്ള ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഈ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ സമ്മാനം എവർക്കുമായിട്ട് നൽകുകയാണ്. അതിനുവേണ്ടി മൈജിയുടെ PDM മാർഷൽ, ഒപ്പം അഭിലാഷ് വില്ലി വൈറ്റ്സിന്റെ മീഡിയ മാനേജർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ആദ്യം ഈ കൂടുതൽ ഏറ്റവും അധികം കഥാപാത്രങ്ങളോട് ചേർന്ന് നിന്ന സിബി മലയിൽ, സിബി സാറിനുള്ള ഉപഹാരം ഇപ്പോൾ MK ജാഫർ, റെസിഡന്റ് എഡിറ്റർ, മാധ്യമം, അദ്ദേഹം കൈമാറുന്നു. MK ജാഫർ, റെസിഡന്റ് എഡിറ്റർ, മാധ്യമം, അദ്ദേഹം സിബി. ജിയോ ബേബി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. CM നിഷാദ്, മാർക്കറ്റിംഗ് മാനേജർ, ഡിജിറ്റൽ, മാധ്യമം, അദ്ദേഹമാണ് ജിയോ ബേബിക്കുള്ള നമ്മളുടെ സ്നേഹ സമ്മാനം കൈമാറുന്നത്. തരുൺ മൂർത്തിക്കുള്ള സമ്മാനം കൈമാറുന്നു. PR മാനേജർ, മാധ്യമം, KT ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി, അദ്ദേഹം ഇപ്പോൾ തരുൺ മൂർത്തിക്കുള്ള നമ്മളുടെ സ്നേഹ സമ്മാനം കൈമാറുന്നു. ഒപ്പം ആനന്ദ പത്മനാഭൻ, നമ്മളോടൊപ്പം ഇത്രയും സമയം ഏറെ പ്രിയപ്പെട്ട കാര്യങ്ങളുമായി നമ്മളോടൊപ്പം പങ്കിട്ട അദ്ദേഹത്തിനുള്ള സമ്മാനം ഇപ്പോൾ ഷൗക്കത്ത് അലി, ഷൗക്കത്ത് കാസ് കൈമാറുന്നു. വിജയ് ശങ്കറിനുള്ള സ്നേഹ സമ്മാനം റഫീഖ്, ബിസിനസ് സൊല്യൂഷൻ മാനേജർ, അദ്ദേഹം കൈമാറുന്നു. റഫീഖ്. വന്നു ചേർന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനിയും മലയാള സിനിമ ഒരുപാട്